നമ്മുടെ ചെറി ബ്ലോസം ഇങ്ങനെയാണ് കേട്ടോ, കാണാനായിട്ട് ഭംഗിയുണ്ട്. കാണാനായിട്ട് ഇതിന്റെ ലീഫ് കറി വെക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ഒരു വെറൈറ്റി ഫ്ലവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ റിസോർട്ടിലത്തെ റെസ്റ്റോറന്റിന്റെ ഏരിയ കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ടു സസിയ ക്രിയേഷൻസ്. ഹലോ, അപ്പോൾ ദേ ഞങ്ങൾ മെയ് മാസം ലാസ്റ്റിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ അമ്മാമ്മയുടെ വീട്ടുകാരുടെ കൂടെ ഒരു ട്രിപ്പ് പോയിട്ടോ. ഇതാണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ മെയിൻ ആള്. ഇതെൻ്റെ അമ്മാമ്മയുടെ അനിയത്തി ഡെയ്സേച്ചിയാണ് കേട്ടോ. നിലയുടെ പ്രെയർ സോങ്ങോട് കൂടി ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് ആരംഭിച്ചു. അപ്പോൾ രാവിലെ 5:30-ക്കാണ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൺറൈസ് ഒക്കെ കണ്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. പാലക്കാട് നിന്ന് നമ്മുടെ മഞ്ജു ആൻറ്റിയുടെ ഫാമിലിയും കയറിയിട്ടോ. അപ്പോൾ ഇതോടെ നമ്മുടെ ട്രിപ്പിൻ്റെ അംഗങ്ങളെല്ലാവരും വന്നു. അപ്പോൾ ആക്ച്വലി ഇതൊരു പാട്ടുവണ്ടിയാണ് കേട്ടോ. അതായത് ഇവിടെ ഉള്ളതിൽ എല്ലാവരും നല്ല അസലായിട്ട് പാട്ട് പാടും, ഞങ്ങളൊഴികെ. എന്റെ കരളിന്റെ നോമ്പരം ചൊല്ലിയില്ലേ എന്നോടെന്തിനി പിണക്കം. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു വെജ് ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ കയറുമ്പോൾ തന്നെ ദേ ഞങ്ങൾ ഈ ചില്ലുംകൂട്ടിലിരിക്കുന്ന കുറേ സ്വീറ്റ് ഐറ്റംസ് കണ്ടുവച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വന്നിട്ട് ഈ ഒരു സംഭവം വാങ്ങിച്ചു കേട്ടോ. അതിനുശേഷം ദേ ഞങ്ങൾ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്ത് ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ എത്തി. കുറേ പേര് മസാല ദോശ, പൂരി, നെയ്റോസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ ദേ ഒരു ടോയ്സ് കട കണ്ടു. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി അവിടെ നിന്നു. പിന്നെ ദേ എൻ്റെ അമ്മയുടെ ഫേവററ്റ് ഏരിയ ആയ കുറേ ചെടികളെ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ 1-2 ഫോട്ടോസ് എടുത്തു. ഫുഡൊക്കെ കഴിച്ചതോടുകൂടി എല്ലാവർക്കും നല്ല എനർജി ആയിട്ടോ. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് അടിച്ച് പൊളിച്ചു. ഞാനാണെങ്കിൽ നമ്മുടെ റോട്ടിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ തെങ്ങുകൾ, അതുപോലെ വിൻഡ് മിൽസ് ഒരുപാട് കണ്ടു. സ്ഥലം ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഇത് നോക്കിയേ, നമ്മുടെ പുളിമരങ്ങളാണ്. എത്ര ഭംഗിയായിട്ട് അത് നിൽക്കണം അല്ലേ, എന്തു രസമാണ്. അങ്ങനെ ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല. നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസായ കൊടൈക്കനാലിൽ നമ്മൾ എത്തിയിട്ടോ. അവിടെ ഞങ്ങൾ ആദ്യം കണ്ടത് നമ്മുടെ വാട്ടർഫോൾസാണ്. എല്ലാവരും ഇറങ്ങിയില്ല കേട്ടോ, ഞങ്ങൾ 3-4 പേര് ഇറങ്ങിയുള്ളൂ. അവിടുത്തെ വാട്ടർഫോൾസ് കാണാനായിട്ട് പറയത്തക്ക വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ എല്ലാവരും അവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ധാരാളം വഴിയോര കച്ചവടം, നമുക്കറിയാലോ, നമ്മുടെ ചോളം പുഴുങ്ങിയത്, പിന്നെ മാങ്ങ ഉപ്പും മുളകിട്ടത്, ഇതൊക്കെയാണ് അവിടുത്തെ ഹൈലൈറ്റ്സ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ചെറുതായിട്ട് കണ്ട് ഞങ്ങൾ ഓടി വന്ന് വണ്ടിയിൽ കയറിയിട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊടൈക്കനാലിലെ ചെറി ബ്ലോസം ഹോം സ്റ്റേ, അതായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റിസോർട്ട്. അപ്പോൾ ദേ ചെറി ബ്ലോസത്തിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു മൊത്തം വ്യൂ വന്നിട്ട്. പിന്നെ കൊടൈക്കനാൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹില്ലി ഏരിയ ആണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നല്ല എക്സ്പേർട്ട് ഡ്രൈവർ തന്നെ ആയിരിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ ജോസേട്ടൻ അടിപൊളിയായിട്ട് തന്നെ അതൊക്കെ ഹാൻഡിൽ ചെയ്തു കേട്ടോ. പിന്നെ ദേ ഞങ്ങൾ ഒട്ടും വൈകാതെ തന്നെ റിസപ്ഷനിലൊക്കെ ചെന്ന് നമ്മുടെ കീസൊക്കെ എടുത്തു. നമുക്ക് അലോട്ട് ചെയ്തിരുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദേ ഞങ്ങളൊക്കെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ചെടി പ്രാന്തത്തിയായ എൻ്റെ അമ്മ ആ സമയം മുതലാക്കി ചെടിയൊക്കെ നോക്കി വെള്ളം ഇറക്കി അമ്മയും നിന്നു. ഞാനും ഒട്ടും മോശമല്ല, ഞാനും നിലയൊക്കെ കൂടി ഇതേ അവിടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
അപ്പം ഞങ്ങൾ 5 റൂംസാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൂമിൽ നമ്മുടെ വലതുകാല് വെച്ച് ഡേസേച്ചിയും മാനീച്ചിയും ഗീതി ആൻറ്റിയും കയറി കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ റൂം. അപ്പോൾ രണ്ടാമത്തെ റൂമിൽ നമ്മുടെ ആലീസ് ആൻറ്റിയും കുട്ടിപ്പട്ടാളങ്ങളും. അപ്പോൾ ഇതാണ് അവരുടെ റൂം. അപ്പോൾ ഇനി നമുക്ക് സിനീസ് റൂം ടൂറിലേക്ക് പോവാം. അങ്ങനെ ദേ നമ്മുടെ സീക്കുട്ടി കൊണ്ട് നമ്മുടെ ബാഗ് വെച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ റൂമിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ. എല്ലാ റൂംസും ഇതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വലിപ്പമോ ചെറുപ്പമോ ഒന്നുമില്ല. അതേ ഒരു ഫ്രണ്ട് റൂമിൽ തന്നെ ഒരു കബേർഡ് ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട്. അടുത്തതായിട്ട് നമ്മുടെ അതേ ബെഡ്റൂമാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ചെറിയ ചെറിയ അലമാരകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമ്മളിവിടുത്തെ ആ ചില്ല് നീക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫുള്ള് നല്ല പ്രകൃതി ഭംഗി കാണാനായിട്ട് പറ്റും കേട്ടോ. എല്ലാ റൂമും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ട്, അതിൽ തന്നെ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് നമുക്ക് കുളിക്കാനായിട്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം കോണി കയറണം. അപ്പോൾ നമ്മൾ അമ്മച്ചിയുടെ അനിയത്തിമാർക്കൊക്കെ ഫുഡ് റൂമിൽ തന്നെ എത്തിച്ചു കൊടുത്തു. ഞങ്ങളൊക്കെ കൂടി കയറി കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ. നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. പക്ഷേ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങളൊന്ന് തീരുമാനിച്ചു, വൈകിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണ്ട എന്ന്. ഫുഡ് കഴിച്ചതും കഴിക്കാത്തതും കണക്കായി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇതേ ഇവിടെ റീൽസ് എടുക്കാനുള്ള റിഹേഴ്സലാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെറി ബ്ലോസം ഹോം സ്റ്റേയിലെ ആംബിയൻസും ഇവിടുത്തെ ചെടികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക് ഒരു റീലെടുത്തു. ഇതൊക്കെ ഞങ്ങൾ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കലത്തെ ഫുഡ് കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം ഞങ്ങൾ ലേക്കിൻ്റെ അവിടേക്ക് പോയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇട ദിവസമായതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചേ. എവിടെ പ്രതീക്ഷകളൊക്കെ തെറ്റി, നല്ല തിരക്കാണ്. ബോട്ട് ഹൗസിൻ്റെ അവിടെയൊക്കെ ഇഷ്ടം പോലെ നേരം നമ്മൾ ക്യൂ നിൽക്കണം, എന്നാലാണ് നമുക്ക് അതിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് പേര് ബോട്ടിൽ കയറാൻ വേണ്ടി പോയി, കുറച്ച് പേര് സൈക്ലിങ്ങിന് പോയിട്ടോ. ഞങ്ങൾ 3-4 പേര് അവിടെ ഷോപ്പിങ്ങിന് പോയി. പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല, കുറച്ച് ക്യാരറ്റും ബീറ്റ്റൂട്ടും വാങ്ങിച്ചു എന്ന് മാത്രം. ബീറ്റ്റൂട്ടിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ കണ്ടു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് ഇത് കറി വയ്ക്കാമെന്നാണ് പറഞ്ഞത്, പരിപ്പിലിട്ടിട്ട്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ വന്നിട്ട് അത് ചീര തോരൻ വെക്കുന്നത് പോലെ വെച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുളപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, അത് പിന്നീട് കാണിച്ചു തരാം. പിന്നെ ലേക്കിൻ്റെ സൈഡിൽ സാധാരണയായിട്ടും ഒരുപാട് വൂളൻ ഐറ്റംസൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾ 1-2 ഷോളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ വെള്ളമിറക്കി പോകുന്നു. അധികമൊന്നും വാങ്ങിച്ചില്ല ഇപ്രാവശ്യം. പിന്നെ കുറച്ച് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ, മൂന്നാർ കൊടൈക്കനാലിലെ പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചു. ഉച്ചക്കലത്തെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം നൈറ്റിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടൈക്കനാൽ സെൻറ്ററിൽ വന്നു കേട്ടോ. അവിടെ വന്നപ്പോൾ 6 മണിക്കാണ് ഞങ്ങൾ ഹോട്ടലിൽ കയറിയത്. ഞങ്ങൾ പറഞ്ഞ ഐറ്റംസൊക്കെ കിട്ടണമെങ്കിൽ 7 മണി വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും അവർ പറഞ്ഞ് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ചു. സെൻറ്ററിൽ തന്നെയുള്ള ഹോട്ടലാണ് അരോമ. അടിപൊളി ഫുഡാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ആ കൊടൈക്കനാൽ ടൗൺ മുഴുവൻ ഞങ്ങൾ തപ്പി നടന്നു കേട്ടോ, ഒരു ഫ്രഷ് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടീമിൽ ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട് പിറ്റേ ദിവസം. ബർത്ത്ഡേ ബോയ് ആരാന്നുള്ളത് പാർട്ട് 2 നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് മടങ്ങിയിട്ട് അവിടെ ചെന്നപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ പിള്ളേരും മുതിർന്നവരൊക്കെ കൂടിയിട്ട് ഏകദേശം 1 മണിക്കൂറോളം ക്യാമ്പ് ഫയർ ഡാൻസ് ചെയ്തു, ആടിപ്പാടി അങ്ങനെ രസിച്ചു കേട്ടോ.
ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ടും ഉറക്കം വരാത്ത കുറച്ച് ടീമംഗങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടി പോയിരുന്നത് ഇൻഡോർ ഗെയിംസ് കളിക്കാൻ കേട്ടോ. നൈറ്റിൽ നമ്മുടെ ചെറി ബ്ലോസം ഹോം സ്റ്റേയുടെ ബ്യൂട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റുകളൊക്കെ തെളിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിറ്റേ ദിവസത്തെ ബർത്ത്ഡേ വിശേഷങ്ങളുമായിട്ട് നമ്മൾ പാർട്ട് 2 വീണ്ടും കാണാം കേട്ടോ.